എൻ്റെ കേക്കുകൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പെർഫെക്റ്റ് ബട്ടർ ക്രീം റെസിപ്പി പറഞ്ഞു തരട്ടെ. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെയ്യുന്ന ബട്ടർ ക്രീം കേക്ക്സിൻ്റെ ആ ഒരു ഫിനിഷിങ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ആ ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി ചോദിച്ചുകൊണ്ട് കുറേ അധികം റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് പറയുന്നതിന് എനിക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒരു കറക്റ്റായിട്ട് ബട്ടർ ക്രീം റെസിപ്പി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. സാധാരണയായിട്ട് പല യൂട്യൂബിൽ പല യൂറോപ്യൻസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെയുള്ള ആ ഒരു മധുരത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് പറ്റുന്നതാവണമെന്നില്ല. അപ്പം മധുരം കുറച്ച് പെർഫെക്റ്റ് ഫിനിഷിൽ സ്മൂത്തായിട്ട് അമേരിക്കൻ ബട്ടർ ക്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 ബട്ടറാണ്. 250 grams വെച്ച് വരുന്ന അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഐസിങ് ഷുഗറുണ്ട്, പൗഡേർഡ് ഷുഗർ. നിങ്ങൾക്കിപ്പോൾ ഐസിങ് ഷുഗർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം പഞ്ചസാര പൊടിച്ചെടുത്താലും മതിയായിരിക്കും. പിന്നെ വാനില എസൻസ് ആണ് അടുത്തൊരു കണ്ടൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇല്ല, അപ്പോഴേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 10 seconds വീതം ഒരു 20 seconds ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് സ്റ്റാൻഡ് മിക്സറിലേക്ക് മാറ്റാം. അപ്പോൾ 750 gram ബട്ടറാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനൊരു 650 to 700 gram ഷുഗർ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. 1:1 അല്ല, 1:1 കുറച്ചുകൂടി താഴെയാണ് ഷുഗർ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് മിക്സർ ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ലോ സ്പീഡിലാണ് കേട്ടോ. അതിനുശേഷം ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്പീഡ് കൂട്ടാം. അപ്പോൾ ഇപ്പോൾ ഇത് മാക്സിമം സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിനി ഒരു 15 minutes മാക്സിമം സ്പീഡിൽ മിക്സർ റൺ ചെയ്യണം. ഇടയ്ക്ക് വെച്ചിട്ടൊന്നൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുതേ. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 15 minutes റൺ ചെയ്യുക. അപ്പോഴേക്കും ആ യെല്ലോയിഷ് കളറൊക്കെ മാറി ഒരു വൈറ്റിഷ് കളറായിട്ടുണ്ടാവും നമ്മുടെ ബട്ടർ ക്രീം. ഇനി ഷുഗർ ആഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. സ്വിഫ്റ്റ് ചെയ്തിട്ട് ഷുഗർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ പുതിയ പാക്കറ്റ് പൊട്ടിച്ചതായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം മറക്കണ്ട, 750 grams ബട്ടറിന് ഒരു 650 തൊട്ട് 700 grams വരെ ഷുഗർ മതിയാവും. അപ്പോൾ ഷുഗർ പല ബാച്ചുകളായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. എല്ലാം ഒരുമിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2 minutes ഈച്ച് ടൈം വെച്ചിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം വെൽ കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യാവുന്നതാണ്. വാനില എസൻസിന് കഴിഞ്ഞതിന് ശേഷം ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം വെൽ കമ്പൈൻഡ് ആയി കഴിയുമ്പോൾ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീം നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കപ്പ് കേക്ക്സിനും കേക്ക് ഡെക്കറേറ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഐ എം ഷുവർ യു ഗൈസ് വോണ്ട് ഫെയിൽ. താങ്ക് യു.